ഹായ്, കഴിഞ്ഞ ദിവസം ഞാൻ സേറേൻ്റെ ഒരു പോർട്രേറ്റ് ഡ്രോയിങ് സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വരയ്ക്കറിയാതെ ഞാൻ എങ്ങനെ ഇത് വരച്ചതെന്നുള്ള എല്ലാവർക്കും സംശയമായി. എൻ്റെ പേരതിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആപ്പിലൊന്നും ജനറേറ്റ് ചെയ്തല്ല എന്നും എല്ലാവർക്കും തോന്നി. അപ്പോൾ ഞാനിത് ഇൻഫിനിറ്റ് പെയിൻറ്റർ വഴിയാണ് ഇത് വരച്ചെടുത്തത്. ഇൻഫിനിറ്റ് പെയിൻറ്റർ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, പക്ഷേ അതിലെങ്ങനെ ഇങ്ങനെ വരച്ചെടുക്കുന്നതെന്നുള്ളത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇൻഫിനിറ്റ് പെയിൻറ്റർ ആപ്പ് ഓപ്പൺ ചെയ്യുക. കണ്ടതിൽ ഞാൻ ഓൾറെഡി അത് വരച്ച് വെച്ചതൊക്കെ കാണാൻ പറ്റുന്നുണ്ട്, പഴയ പ്രൊജക്റ്റ്. അപ്പോൾ നമ്മൾ പുതിയത് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഫ്രം ഇമേജ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. അതിൽ ഗാലറിയിൽ നമുക്ക് വരയ്ക്കേണ്ട പിക്ചർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യുക. പിക്ചർ വന്നതിന് ശേഷം റൈറ്റ് സൈഡിൽ മുകളിൽ കാണുന്ന ക്രിയേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള പോലെ ഫോട്ടോ അഡ്ജസ്റ്റ് ചെയ്ത് സൂം ചെയ്തൊക്കെ വെക്കാൻ പറ്റും. നമ്മൾ അടുത്ത മറന്നു പോകാതെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂ ലെയർ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അതായത് റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് 3 ലോഗോസ് കാണുന്നതിൽ നടുക്കായിട്ടുള്ളത്. അപ്പോൾ നടുക്കുള്ള ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ലെയറിൻ്റെ റോ കാണും. അതിൽ നമ്മൾ പ്ലസ് ബട്ടൺ ഞെക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ ന്യൂ ലെയറായി. നമ്മുടെ ഉള്ള ലെയറെല്ലാം അപ്പോൾ റൈറ്റ് സൈഡിൽ കാണാനും പറ്റും. അതിന് ശേഷം വരയ്ക്കാൻ വേണ്ടി താഴെയുള്ള ബാറിൽ ലെഫ്റ്റ് സൈഡിൽ പെൻസിലിൻ്റെ ഐക്കൺ കാണുന്നതിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ നമുക്ക് ഇഷ്ടമുള്ളൊരു പെൻസിൽ സെലക്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ പെൻസിൽസിൽ 6B പെൻസിലാണ് സെലക്ട് ചെയ്തത്. ശരിക്കും വരയ്ക്കാൻ ഏത് എടുക്കേണ്ടതെന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. അതിൽ തന്നെ ഒപ്പാസിറ്റിയും ഫ്ലോയും സോഫ്റ്റ്നെസ്സൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് വരയ്ക്കേണ്ട ഓരോ സ്ഥലത്ത് ഷെയ്ഡ് ചെയ്യേണ്ടതിനനുസരിച്ച് അതെല്ലാം നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് മാറ്റി വരച്ച് നോക്ക്. അപ്പോൾ അറിയാൻ പറ്റും എവിടെ എത്രയൊക്കെ സോഫ്റ്റ്നെസ്സും ഒപ്പാസിറ്റിയൊക്കെ വേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. വരയ്ക്കാൻ തുടങ്ങുമ്പോൾ ഒരു കാര്യം ഓർക്കണം, സെലക്ഷൻ ഇരിക്കുന്ന ലെയർ മുകളിൽ റൈറ്റ് സൈഡിൽ കുത്തനെ കാണുന്ന ആ ലെയറിൻ്റെ ബാറിൽ സെലക്ഷൻ ഇരിക്കുന്നത് പ്ലെയിൻ ആയിട്ടുള്ളതിലായിരിക്കണം, ഇമേജ് ഉള്ളതിലായിരിക്കരുത്. ശേഷം ഫോട്ടോ ആവശ്യത്തിന് സൂം ചെയ്ത് വേണ്ട ഭാഗത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെരിച്ചോ മറിച്ചോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെച്ച് നമുക്ക് വരച്ച് തുടങ്ങാം. സ്കെച്ച് ചെയ്യുന്ന ഇമേജ് നമ്മുടെ സൗകര്യത്തിന് വെച്ചിട്ട് നമുക്ക് വരയ്ക്കാം. സൂം ചെയ്തോ ചെരിച്ചോ ഒക്കെ വയ്ക്കാം. ഇതിപ്പോൾ ഒരു ഓട്ടോമാറ്റിക്കായിട്ട് സ്കെച്ച് തരുന്ന ഒരു ആപ്പ് പോലെയല്ല. അത് നമ്മുടെ കൈ കൊണ്ട് തന്നെ വരയ്ക്കണമല്ലോ. അത് നമുക്കിഷ്ടമുള്ള പോലെ അതിൻ്റെ പെൻസിലിൻ്റെ ഡാർക്ക്നെസ്സോ തിക്നെസ്സോ എല്ലാം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഷെയ്ഡ് കൊടുക്കുമ്പോഴൊക്കെ. അപ്പോൾ ഇമേജിൽ കൂടുതൽ ഡാർക്കായിട്ട് വേണ്ട ഭാഗങ്ങൾ നമ്മൾ ഡാർക്ക്നെസ് കൂട്ടിയിട്ടും അങ്ങനെയൊക്കെ നമ്മുടെ ഒരു ഐഡിയയ്ക്ക് അങ്ങ് വരച്ചാൽ മതി. നമുക്ക് ഓരോരുത്തർക്കും ചെറുതായിട്ടൊക്കെ നമ്മുടെ കഴിവ് പോലെയൊക്കെ ഇരിക്കുമെങ്കിലും എളുപ്പമാണ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ വേണ്ട ഷെയ്ഡുകളെല്ലാം വരച്ച് കഴിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ അതിൻ്റെ ഇടയിലായാലും കുഴപ്പമില്ല കേട്ടോ, നമ്മൾ വരയ്ക്കുന്നത് എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടിയും ചെയ്ത് നോക്കാം. ഇമേജ് കാണുന്ന ലെയറിലുള്ള ഐൻ്റെ ഒരു ഐക്കൺ കാണാം. അതിലൊന്ന് തട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലൊരു വെട്ട് ചിഹ്നം വരും. അപ്പോൾ അത് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളിപ്പോൾ വരയ്ക്കുന്ന ലെയർ മാത്രമായിട്ട് കാണും. നമ്മൾ വരയ്ക്കുന്നതിൻ്റെ ഇടയിൽ മിസ്റ്റേക്ക് വന്നിട്ട് എറേസ് ചെയ്യാനും അവിടെ ടൂളുണ്ട് കേട്ടോ. എറേസറിൻ്റെ ഐക്കൺ കണ്ടല്ലോ. അതുപോലെ നമുക്ക് സാറ്റിസ്ഫൈഡ് ആവുന്നവരെ വരയ്ക്കുക മായ്ക്കുക. അതിന് ശേഷം നമുക്കത് എക്സ്പോർട്ട് ചെയ്തെടുക്കാൻ പറ്റും. എക്സ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ സ്കെച്ച് ചെയ്യാൻ വേണ്ടി എടുത്ത ഇമേജ് ഹൈഡ് ചെയ്ത് വെക്കുകയോ അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയുകയോ ചെയ്യണം. എന്നിട്ട് നമ്മുടെ സിഗ്നേച്ചറൊക്കെ വേണമെങ്കിൽ അതിനകത്ത് എഴുതുകയൊക്കെ ചെയ്തതിന് ശേഷം മുകളിൽ 3 കുത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സ്പോർട്ട് ഓപ്ഷൻ കാണും. അങ്ങനെ എക്സ്പോർട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ഇതിനൊക്കെ ഓണാക്കി ഇടുക നല്ലത്. അല്ലെങ്കിൽ നമുക്ക് ആ വരച്ചത് മാത്രമായിട്ടുള്ള PNG ഇമേജ് ആയിരിക്കും കിട്ടുക. അങ്ങനെ വേണ്ടവർക്ക് ബാക്ക്ഗ്രൗണ്ട് ഒഴിവാക്കി എടുത്തിട്ട് എക്സ്പോർട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതിനുശേഷം ആപ്പ് ക്ലോസ് ചെയ്ത് ഗാലറി പോയി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ PNG ഫയലായിട്ട് നമ്മൾ ഈ വരച്ച ചിത്രം ഉണ്ടാവും. സൂം ചെയ്താലൊന്നും ക്വാളിറ്റി പോകാതെ നല്ല അടിപൊളി ഫയലായിരിക്കും ഉണ്ടാവുക. ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ സേവ് ചെയ്യുന്നത് എന്തൊക്കെ ആവശ്യത്തിനാണെന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം, ഇതിനാരെങ്കിലുമൊക്കെ വ്യൂ കിട്ടുകയാണെങ്കിൽ. എന്തായാലും ഇത്രയും വീഡിയോ കണ്ടിരുന്നവർക്ക് താങ്ക്സ്.